ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഗ്രേപ്സ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 300 ഗ്രാം മുന്തിരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലെ മുന്തിരിയാണ് ഞാൻ എടുത്തത്, കുരുവില്ലാത്ത മുന്തിരി. ഈ മുന്തിരി നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ലതായിട്ട് അലച്ച് കഴുകി വേണം എടുക്കാൻ. ഇപ്പം നിങ്ങൾ സീഡുള്ള മുന്തിരി എടുക്കുന്നെങ്കിൽ സീഡ് കളഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കുക, അതല്ല സീഡോടുകൂടി വേണമെങ്കിലും എടുക്കാം. അതുപോലെ എടുക്കുമ്പോൾ കുറച്ച് മധുരമുള്ള മുന്തിരി ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ 1 കപ്പ് നല്ല തണുപ്പിച്ച പാൽ വേണം എടുക്കാൻ. പിന്നെ കുറച്ച് വനില ഐസ്ക്രീം വേണം, പഞ്ചസാര വേണം. പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കാൻ നേരത്തെ പറയാം എത്ര വേണമെന്ന്. അതുപോലെ കുറച്ച് ഐസ് ക്യൂബും വേണം, ശകലം വെള്ളവും വേണം ഇതിനു വേണ്ടി. ഇനി നമുക്ക് ആദ്യമേ ഈ മുന്തിരി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ മുന്തിരിയെല്ലാം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഈ പഞ്ചസാര എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരട്ടെ, ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഈ മുന്തിരി നമ്മൾ വേവിച്ചിങ്ങനെ ജ്യൂസ് അടിക്കുവാണെങ്കിൽ നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. കണ്ടോ, ഈ മുന്തിരിയിൽ നിന്ന് ഈ തോലൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ട് വരണം. അതുവരെ ഒരു 4 മിനിറ്റൊക്കെ മതിയാവും. കണ്ടോ, നിറമൊക്കെ കുറച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്രയും മതി. കണ്ടോ, ഇതിൻ്റെ നിറമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, നല്ലൊരു നിറമായിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ടിങ്ങനെ തിളപ്പിക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ ഇരുന്ന് ആറ് കഴിഞ്ഞിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഈ തണുപ്പിച്ചെടുത്ത മുന്തിരി വേണം നമ്മൾ ഷേക്ക് അടിക്കാൻ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മുന്തിരിയൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. പാല് നല്ലതായിട്ട് തണുത്തതായിരിക്കണം. അതുപോലെ പഞ്ചസാരയും വേണം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ മുന്തിരി വേവിക്കാൻ നേരത്തെ 1 ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നു. പിന്നെ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ, കൂടുതൽ വേണമെങ്കിലോ അല്ലെങ്കിൽ കുറവ് വേണമെങ്കിലോ. പിന്നെ ഇതിലോട്ട് 2 വലിയ സ്കൂപ്പ് വനില ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്, ഞാനിപ്പോൾ ഒരു 5 ഐസ് ക്യൂബ് എടുത്തേക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് ഇത് ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ ജ്യൂസൊക്കെ അരിക്കുന്ന ഒരു അരിപ്പ. ഈ ഷേക്ക് നമ്മൾ ഫ്രഷായിട്ട് തന്നെ കുടിക്കണം, നല്ല തണുപ്പോട് കൂടി. അപ്പോഴതിൻ്റെ നല്ലൊരു ടേസ്റ്റ്. അതുപോലെ ഈ ഷേക്ക് അധികം ആരും ഉണ്ടാക്കി കാണത്തില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായി ഈ മിൽക്ക് ഷേക്ക്. കണ്ടോ, നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഷേക്കിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ 2 ഗ്ലാസ് നിറയും, പിന്നെ ഒരു ശകലം കൂടെ അധികമുണ്ട്, അത്രയും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കായത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. താങ്ക്